എന്ത് രസമായി ഫോട്ടോ നോക്ക്, ചേച്ചി നോക്കണം. ചേട്ടാ പ്ലീസ് പാടാതെ മിണ്ടാതിരിക്കുന്നു. എന്നാളും നമ്മളൊന്നായിടും കരളിൽ നീയും വാനോളം പോന്നതാ ഓളങ്ങളായി കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും. എന്റെ വൈഫിന് വേണ്ടി കമ്പോസ് ചെയ്തതാണ് ആതിര. പുള്ളിക്കാരി അതിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിൽ. അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഞങ്ങള് അവിടെ എന്താ സൂപ്പർ സ്റ്റാറിന് പോയി ഒരുമിച്ച് പിന്നെ ലൈഫായിട്ട് മുന്നോട്ട് വന്നത്. അപ്പൊ പുള്ളിക്കാരിക്ക് വേണ്ടി ചെയ്ത പാട്ടാണ്. ജോബേ നിങ്ങള് തമ്മിൽ എന്താ കൊച്ചുകുട്ടി, പിന്നെ 17 വയസ്സായ കൊച്ചുകുട്ടിയൊന്നുമല്ല. അടുത്ത വർഷം ആകുമ്പോഴേക്കും പ്രായപൂർത്തിയൊക്കെ ആയി. സംതിങ് ബിറ്റ്വീൻ യു ഗൈസ് എന്ന് പറഞ്ഞ് പുള്ളി ഒരു പോക്ക്. അപ്പൊ ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പ്രണയിക്കുമ്പോഴേ അതിന്റെ ഉള്ളിലുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല, നമ്മൾ പുറമുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. പിന്നെ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നല്ലോ. അതോരണോ അതൊക്കെ അപ്പൊ ഇത് ചേച്ചി സൈഡിൽ നിന്ന് ഇങ്ങനെ വല്ലതും പറഞ്ഞു അതല്ല KPSC ലളിതാമ്മ ഒരു പ്രാവശ്യം പദയാത്ര വഴി വെച്ചിട്ട് റാൻഡം വെട്ടിങ് 2 വണ്ടിയിൽ പോയപ്പോൾ നിർത്തിച്ച് ഫോണിലേക്ക് ഒന്ന് വിളിപ്പിച്ചിട്ട് റിംഗ് ടോൺ അതാണ് പദയാത്ര. അതായത് ഞാൻ മാറ്റില്ല എന്നും പ്രാർത്ഥനയൊന്നും ഞാനുണ്ട്. ഏത് പനി വന്നാലും ഏത് ചുമ വന്നാലും എന്ത് വന്നാലും ചേട്ടൻ പറയും ആ സാധനം ഇന്നൊരു ഭീകരനാണ്, തീരാ നഷ്ടം അല്ലേ. ചേട്ടൻ എനിക്കൊന്നും அவங்க വയലിൻ അത്രയും മനോഹരമായിട്ട് കേൾക്കുമെന്ന് പുള്ളി വഴിയാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. Today I have here with me Sri Job Kurian and Srimati Mridula Warrier. Welcome to the show. ഹലോ, താങ്ക് യു. 9 വർഷം മുന്നേ ഇറങ്ങിയൊരു പാട്ട് ഇപ്പോ ട്രെൻഡിങ്ങിൽ വന്നിരിക്കുകയാണ്. സോ നമ്മൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. നിങ്ങൾക്ക് അതിലും കൂടുതൽ സന്തോഷം ഉണ്ടാവും ബിക്കോസ് ഇറ്റ് കെയിം ഫ്രം യു. എന്ത് തോന്നുന്നു? സോ ഹാപ്പി. ആസ് എ കമ്പോസർ നമുക്ക് ഒരു ഇൻപുട്ട് ഇടാനേ പറ്റും. അത് എന്നാണ് അത് സ്വീകരിക്കപ്പെടുക എന്നുള്ളത് ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ ഇത് ഇങ്ങനെ പോയി തിരിച്ചു വന്നപ്പം ഒത്തിരി സന്തോഷം, ഒത്തിരി എഫേർട്ട് ഉണ്ട് അതിന്റെ പുറകില്. താങ്ക് ഗോഡ്. ഒരു എന്താ പറയണ്ടേ സന്തോഷം, മുന്നോട്ട് ചെയ്യാനൊരു പ്രചോദനം. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് എങ്ങനെയായിരുന്നു? മൃദുല ചേച്ചിയിലേക്ക് എങ്ങനെയാണ് ആ സോങ് എത്തുന്നത്? എന്റെ വൈഫിന് വേണ്ടി കമ്പോസ് ചെയ്തതാണ് ആതിര. പുള്ളിക്കാരി അതിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിൽ. അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഞങ്ങള് അവിടെ എന്താ സൂപ്പർ സ്റ്റാറിന് പോയി ഒരുമിച്ച് പിന്നെ ലൈഫായിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടി ചെയ്ത പാട്ടാണ്. അപ്പോൾ മൃദുലയുടെ വോയിസ് ഏറ്റവും ആപ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പ്രത്യേകിച്ച് ആ പാടിനൊരു റെട്രോയിഷ് ഒരു കൾച്ചർ ഉണ്ട് അതിന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മോഡേൺ അല്ലെന്നല്ല, ചേരും. ഷീസ് ഫ്ലെക്സിബിൾ. അപ്പം അതിലേക്കും ഈസിലി പോകാൻ പറ്റുമെന്ന് ഫീൽ ചെയ്തതാണ്. അതിന്റെ ബിഗിനിങ്ങിൽ ഒരു ആകാശവാണിയുടെ ഒരു അതാണ് അതിൽ ഏറ്റവും നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ. അത് പക്ഷെ ആപ്റ്റ് വോയിസ് ആയിരുന്നു. അത് നീനു RJ നീനു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്താ. ബിഗ് FM ട്രിവാൻഡ്രത്ത് ആയിരുന്നു. ഇപ്പം പുള്ളിക്കാരി അതിൽ തന്നെയാണെന്നോ. അപ്പോൾ പുള്ളിക്കാരി അപ്പം എൻ്റെ മനസ്സിൽ ഇപ്പം ആ ഒരു നമ്മളെ കൊച്ചിൽ ഞാൻ 80s ബോൺ പാർട്ടിയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചിലെ മുതലുള്ള ഓർമ്മകളൊക്കെ ആകാശവാണി അതുപോലത്തെ സംഭവങ്ങളും റേഡിയോയും. അപ്പൊ അത് വേണം പാട്ടിന്റെ ഒരു കൾച്ചറിന് അത് ചേരും എന്നും എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ അത് ഞാൻ തപ്പി നീനുവിന്റെ വോയിസ് എനിക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിരുന്നു. അത് ഭയങ്കര എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് എന്താ സംഗീതം ഭയങ്കര രസമാണ്. അതൊക്കെ ഓരോ ഫാന്റസി ഓരോ സമയത്ത്. ലിറിക്സിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഓളങ്ങളിൽ കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും. ഓളങ്ങളായി കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും കണ്ണീരിലും ഒന്നായി നാമെന്നും. സോ ഒരു റിയാലിറ്റി ഷോയിൽ തുടങ്ങി 2 മതസ്ഥരായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോയി. എന്താ പറയാ, മ്യൂസിക് ഒരു കരിയർ ആയിട്ട് എടുക്കുമ്പോൾ വളരെ അൺസർട്ടനിറ്റി ഉള്ള ഒരു കരിയറാണ്. അതിൽ ഏറ്റവും സപ്പോർട്ടായി നിന്നത് ആ വ്യക്തിയാണെന്നുള്ളത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. സോ ഫോർ us once again ചേച്ചിയെ പറ്റി പറയും. അല്ല ഈ പറഞ്ഞ കണക്ക് ഓൾ ഇൻ ഓൾ എന്ന് പറയാം. അപ്പോ
സൂപ്പർ സ്റ്റാർ മുതൽ കണ്ണൂർ കിടക്കുന്ന പുള്ളിക്കാരി തിരുവനന്തപുരത്ത് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ 18 years പ്ലസ് ആയി ഒരുമിച്ച്. കല്യാണം കഴിഞ്ഞിട്ടൊരു 19 വർഷമായി സൂപ്പർ സ്റ്റാർ. ഒരുമിച്ച് പോകുന്നു, സമയം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ യു ക്യാൻ ഗസ് ദാറ്റ് ഇറ്റ്സ് വെരി ഹാപ്പി ലൈഫ്. പിള്ളേർ 2 പേരായി. ഇപ്പൊ എന്റെ മാനേജറും ഒഫീഷ്യൽ മാനേജറും അടിപൊളി. ഞാൻ പക്ഷെ മടിയനായിക്കൊണ്ടിരിക്കും, അത് മാത്രം ഒരു പ്രശ്നം. നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യും സ്വന്തമായിട്ടൊക്കെ, ഇപ്പൊ മൊത്തം മടിയാ. അപ്പൊ പുള്ളിക്കാരി ഓക്കെ, അതൊരു ആർട്ടിസ്റ്റിന്റെ ഒരു ലേസി, ഇത് ചിലപ്പോ ഒരു ക്രിയേറ്റീവ്, അത് ബാക്കിയെല്ലാം പുള്ളിക്കാരി ടേക്ക് കെയർ ചെയ്തോളും. ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മാനേജർ. ഒരു രക്ഷയില്ല, കൂടാണ്. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോ തന്നെ ഐ വാസ് ലൈക്ക് ഓക്കേ, ഷീ ഈസ് വെരി നൈസ് while communicating. BPHR ആണ് ബേസിക്കലി. IBS കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. നല്ലോണം ജോലി ചെയ്തതിന് സമാധാനം പോകുന്നായിരുന്നു. ഞാനും പിടിച്ച് ഞാൻ വന്നിടി നീ നമുക്ക് നോക്കാം ഒരുമിച്ചൊരു. ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ. സമയവും കൂടുതലുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാണ്. എനിക്കിങ്ങനെ തോന്നുന്ന ഇങ്ങനത്തെ ട്രസ്റ്റ് പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിക്കാനും. പിന്നെ എന്നെ അറിയാം കൃത്യമായിട്ട് എവിടെ എങ്ങനെ പെരുമാറും. അല്ലെങ്കിൽ നമ്മളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് അത് പറ്റില്ല പറയുന്നത്. പെട്ടെന്ന് ഹൗ ടു ടാക്കിൾ മീ എന്നുള്ളത് പുള്ളിക്കാരിക്കാണ് ഏറ്റവും അറിയുന്നത്. ഇറ്റ്സ് ഓൾ ഗുഡ്. ഇപ്പൊ കണ്ണോട് എന്ന് പറയുന്നത് ആ ടുഗദർനെസ്സിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ചന്ദ്രവട്ടം എഴുതിയത് ഞങ്ങളുടെ ചേട്ടനെ. അപ്പം ചേട്ടനായിട്ട് ഞാൻ ഞങ്ങൾക്കൊരു ഭയങ്കര ഇന്റിമസി ഉണ്ട്. എൻ്റെ എല്ലാ പാട്ടുകളും പുള്ളിയായി. പദയാത്ര, ഭാവം. പദയാത്ര ഈസ് മൈ ഫേവറേറ്റ്. ഒരു എനർജി ബൂസ്റ്റിംഗ് സോങ് ആണ്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ കണ്ണോട് ഇറങ്ങിയിട്ട് ഇത്ര ട്രെൻഡിങ് ആയിട്ട് ഞാൻ കേൾക്കണേക്കാളും കൂടുതൽ ഞാൻ ഐ എം എ ബിഗ് ഫാൻ ഓഫ് പദയാത്ര. അപ്പൊ അത് ചന്ദ്രവട്ടന്റെ എഴുത്താണ്. അപ്പം പക്ഷെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു ബ്യൂട്ടി ഒരുമിച്ചിരുന്ന് എഴുതും. ഫോൺ വഴിയുള്ള എഴുത്തില്ല. 2-3 ദിവസമൊക്കെ എടുത്ത് യാത്രയൊക്കെ ചെയ്ത് അങ്ങനെ. അപ്പം ഒരു ബ്രദർലി ഒരു സംഭവമാണ്. അപ്പം നമ്മുടെ ഫീലിങ്സ് ഏറ്റവും ഭംഗിയായിട്ട് പുള്ളി എഴുതും വിത്തൗട്ട് ആൻ ഈഗോ ഇഷ്യൂ. പല എഴുത്തുകാരും അല്ലെങ്കിൽ എത്ര ഫ്ലെക്സിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. ചിലർ പറയും ഇതാണ് ആ കവിത നല്ലത് എന്ന് പറഞ്ഞാൽ അവർ അനങ്ങില്ല. അത് തെറ്റല്ല, അത് അവരുടെ പെർസ്പെക്റ്റീവ് കറക്റ്റ്. പക്ഷെ എനിക്ക് എപ്പോഴും എൻ്റെ പാട്ടുകൾക്ക് എൻ്റെതായ ഒരു സംഭവം കൊണ്ടുവരണം എന്നുണ്ട്. അപ്പോൾ ഈവൻ ഞാൻ കുറച്ചൊക്കെ എഴുതും. ഇപ്പം ചില വാക്കുകൾ ഇങ്ങനെ കിട്ടിയേക്കുള്ളൂ. അപ്പം ചേട്ടന് അല്ലാതെ എഴുതാൻ അറിയാൻ പാടില്ലെന്നിട്ടല്ല, പക്ഷെ അത്രയും ഡിക്ഷണറിയും ഉണ്ട്. അപ്പോൾ അവർക്ക് അത്രയും ഫ്ലെക്സിബിളായിട്ട് നിൻ്റെ ഒരു സ്വപ്നമല്ല, അത് ഞാനും കൂടെ നിന്ന് ചെയ്തു തരാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പോൾ ചേട്ടനോട് വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡുള്ള ഇതാണ് എനിക്കുള്ളത്. ഇത്രയും പാട്ടുകൾ ചെയ്തത് എല്ലാം ചേട്ടൻ്റെ അത്രയും. അപ്പം ഞാൻ പറയാം പാതിരയായിട്ടും ചേട്ടനും വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പം പുള്ളിക്കാരിയുടെ ഒരു രീതി അറിയാം. അപ്പം ഞാനും പുള്ളിക്കാരിയുടെ ഒരു ബന്ധം അറിയാം. അപ്പോൾ എഴുതാൻ വളരെ സിമ്പിളായി. പുള്ളിക്കാരി നമ്മൾ അങ്ങനെ പുള്ളി അങ്ങ് എഴുതി തന്നതാണ്. എന്നാളും നമ്മളൊന്നായിടാം. അതൊക്കെ പുള്ളിയുടെ ബ്യൂട്ടി. എനിക്ക് തോന്നുന്നു അതിലെ മുഴുവൻ ലിറിക്സും ഭയങ്കര സിമ്പിളും ആണ്, സോൾഫുൾ. അതൊരു ഇച്ചിരി ലൈക്ക് ഒരു ഓൾഡ് സ്കൂൾ റൈറ്റിംഗ് ഉണ്ട്. അതിൻ്റെ ലിറിക്കിനൊക്കെ വളരെ പ്രാധാന്യം ഉണ്ട്. അപ്പോൾ ചേട്ടനാണ് അതിന്റെ ആ ലിറിക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ചേച്ചിയിലേക്ക് വരുമ്പോഴേ നമ്മള് ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ വാക്ക് കേൾക്കുന്നതിന്റെ മുന്നേ നമ്മളെ ടെലിവിഷനിൽ എല്ലാവർക്കും ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിട്ടുള്ളത് എപ്പോഴും ചേച്ചിയുടെ മുഖമാണ്. ഞാൻ ഇന്നലെ ഫ്രണ്ട്സിനോട് പറയുമ്പോഴും what people say about you is she's very cute, and ആ cuteness ഇപ്പോഴും and also ഇപ്പൊ വീട്ടിലൊരു അതിലും ക്യൂട്ട് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളുടെ പാട്ടുണ്ട്, അയാളെ പറ്റി അയാളെ പറ്റി എന്താ പറയാ, എന്നെക്കാട്ടും ഫാൻസ് ആണ് ഇപ്പൊ പുള്ളിക്കാരി. എവിടെ പോയാലും ചോദിക്കാറുണ്ട് മൈത്രേ എന്ത് ചെയ്യണു, പാടാറുണ്ടോ, അടുത്ത സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അതൊക്കെ എല്ലാരും പറയാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരുടെ പാട്ട്. പിന്നെ പാട്ട് പാടാൻ പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്. പക്ഷെ കുട്ടിയല്ലേ, അപ്പൊ ആ ഒരു ഏജില് നമുക്കിങ്ങനെ പിടിച്ചിരുത്തി ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഷീസ് ലേണിംഗ് മ്യൂസിക്, കർണാട്ടിക് പഠിക്കുന്നുണ്ട്. പദയാത്രയെ പറ്റി പറഞ്ഞപ്പോ ഹാരിസ് സർ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ വന്ന് പറയൂ, ആളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള ആള് ഒരു ഇതുപോലെ ഒരു മുതലാണ്, ഒരു ജിന്ന്. പുള്ളി ഒന്നുമില്ല, ഞാൻ ഈ പാട്ട് ചെയ്യുമ്പോൾ ആദ്യം മുതലേ തന്നെ പുള്ളിയെ കൊണ്ട് പഠിക്കണം, അതിൻ്റെ ഒരു
കാര്യം എനിക്ക് കുറേ ഇങ്ങനെയൊക്കെ പാടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ക്ലാസിക്കലി ഹീസ് മച്ച് സ്ട്രോങ്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പാടിയാൽ കൊള്ളാം, പക്ഷെ അപ്പം അതാരെങ്കിലും അതിനേക്കാളും എഫിഷ്യൻ്റായിട്ട് പാടണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ടാണ് പകുതി ഞാൻ പാടുന്നു, ബാക്കി പുള്ളി എൻ്റെ ഒരു ഇംപ്രവൈസ്ഡ് വേർഷൻ. ഞാൻ പറഞ്ഞ ഇഷ്ടം ദിസ് ഈസ് ദ കീ മെലഡി, ഇതാണ് ട്യൂൺ, അത് ഞാൻ ആദ്യം ഒരു റൗണ്ട് എൻ്റെ ആ ലിറിക്കിൽ അതിനെ ഒന്ന് ഇംപ്രവൈസ് ചെയ്തിട്ട് നിങ്ങൾ അടുത്തത് പിടിക്കും. അപ്പം പുള്ളി അതിൽ ഗെയിറ്റ് കിട്ടിയെങ്കിൽ പിന്നെ എന്താ പ്രശ്നം. ബേസിക്കലി അതല്ല, അതൊരു ബ്രദർഹുഡ് ആണ് കാര്യം. പുള്ളി ഓടി വന്നു, എനിക്ക് തോന്നുന്നു ഒരു പോലും മേടിക്കാതെ, വി ആർ ഓൾ പ്രൊഫഷണൽസ്. പക്ഷെ പുള്ളി ഒന്നുമില്ല, തമ്പടം വന്നു പോയി പാടി. മ്യൂസിക് മേജർ സെറ്റിൽ ഞങ്ങളെല്ലാവരും അന്നൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. എല്ലാ നമ്മുടെ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒരു ഉച്ചയ്ക്ക് തുടങ്ങി വെളുപ്പിന് 4 മണി വരെ ഷൂട്ടുണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് പിരിയുള്ളതുകൊണ്ട് ഒരു പാട്ട് 3-4 പ്രാവശ്യമൊക്കെ ടേക്ക് എനിക്ക് ഏറ്റവും ബെസ്റ്റിന് വേണ്ടി. അപ്പം എല്ലാവരും പറയും ഷൂട്ട് ജോബിൻ്റെ സെഷൻ ആണെങ്കിൽ വെളുപ്പിനെ പോകാൻ പറ്റുള്ളൂ എല്ലാവരും. പക്ഷേ അങ്ങനെ ചെയ്തൊരു എല്ലാവരും അത്രയും കൂടെ നിന്നൊരു സെഷനാണ്. പദയാത്ര അതിൻ്റെ അകത്ത്, ഇപ്പം കണ്ണോട്, താരാട്ട് ഒക്കെ അതിൻ്റെ അകത്തുള്ള പാട്ടുകളാണ്. അപ്പം ഹരീഷ് അതുപോലെ വന്നു, ഫുൾ എൻജോയ് ചെയ്ത് ഫുൾ കേട്ടിരുന്ന് ആ ഒരു പാട്ട് വന്ന് ബെൽറ്റ് ചെയ്തിട്ട് പോയി. ഞങ്ങളിപ്പോഴും ഇടയ്ക്ക് വിളിക്കും, ഇഷ്ടം ആയിട്ട് കുറേ നേരം മിണ്ടും. എപ്പോഴും കാണാനുള്ള ഒരു അവസരം ഉണ്ടാവാറില്ല. നമ്മൾ ആതിര ചേച്ചിനെ പറ്റി പറഞ്ഞപ്പോ യു ആർ ഓൾസോ ലക്കി വിത്ത് വെരി സപ്പോർട്ടീവ് പാർട്ട്ണർ അരുൺ ചേട്ടൻ. പക്ഷെ അതൊരു വ്യത്യാസമുണ്ട്, മാട്രിമോണി എന്നാണ്. എനിക്ക് ഇപ്പോഴും മാട്രിമോണി കേൾക്കുമ്പോ ഒരു പേടിയാണ്. എങ്ങനെയാണ് അത്? എൻ്റെ ബ്രദറും പുള്ളിയുടെ സിസ്റ്ററുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ അവരാണ് ആദ്യം ചാറ്റ് ചെയ്തത്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു, പിന്നെയാണ് വീട്ടുകാർ സംസാരിച്ചു, കണ്ടു, ഓക്കെയാണ്. ഞാൻ ആകെ പറഞ്ഞൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, എല്ലായിടത്തും പറയണത് ഇതായിരുന്നു, മ്യൂസിക്കാണ് മെയിനായിട്ട്, വേറെ ഒന്നുമില്ല, സപ്പോർട്ട് ചെയ്യണം. വേറെ ഒരു കൺസേൺ എനിക്ക് ഉണ്ടായിരുന്നില്ല, പാട്ട് പാടാൻ പറ്റണം, അതായിരുന്നു. ആദ്യം ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിക്കുക എന്നുള്ളൊരു ആ ഒരു ലൈനായിരുന്നു. പിന്നെ അതിപ്പോൾ ടോട്ടലി ചേഞ്ച് ആയിരുന്നു. പിന്നെ മ്യൂസിക് തന്നെയാണ് എൻ്റെ ജീവിതം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ശേഷം പിന്നെ പ്രപ്പോസൽസ് വരുന്ന സമയത്തൊക്കെ അത് തന്നെയായിരുന്നു ആകെ ഒരു കണ്ടീഷൻ പറയാറുള്ളത്. പിന്നെ എനിക്ക് പുറത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെയാണ് കൂടുതലും ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പം അങ്ങനെ ഒരാളും കൂടെ വേണമായിരുന്നു. അപ്പം ഞങ്ങളും സംസാരിച്ചു. ഐ വാസ് വെരി ക്ലിയർ. ഈ പുള്ളിയുടെ അടുത്തും ഞാൻ പറഞ്ഞു എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുള്ളി അത് ഓക്കെ, ഒരു പ്രോബ്ലം ഇല്ല, എനിക്കിഷ്ടമാണ്. പുള്ളിയും പഠിച്ചിട്ടുണ്ട്, മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ലക്കിയാണ്, അതുകൊണ്ട് ഇപ്പോഴും വളരെ സപ്പോർട്ടീവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. കലാകാരന്മാർക്ക് പൊതുവെ ഭയങ്കര പാടാണ്, പ്രത്യേകിച്ച് മീഡിയയിലുള്ളവർക്ക് അതിലും പാടാണ്. നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട്, ബിക്കോസ് ടൈമിംഗ് ഷെഡ്യൂൾസ് പിന്നെ നമ്മൾ സെൻസിറ്റീവ് ആണ്, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതെ, പിന്നെ നമ്മൾ വർക്കിൽ ഇരിക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബി വെരി ഡിഫിക്കൽട്ട് ഫോർ us. മനസ്സിലാക്കുക എന്ന് പറയാൻ പരസ്പരം മനസ്സിലാക്കുന്നത് വലിയ കാര്യം. വണ്ടർഫുൾ സിംഗർ ആസ് വെൽ. പക്ഷേ പുള്ളിക്കാരി ആ ഒരു സത്യമായ ഒരു പർപ്പസ്ഫുൾ ബാക്ക് സീറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഷീ കുഡ് ഹാവ് കരിയർ പോലെ അതിലേക്ക്. പക്ഷെ എനിക്കറിയുന്നിടത്തോളം പുള്ളിക്കാരി ഒരു ഭയങ്കര പാഷനേറ്റ്, അതായത് കരിയർ ആക്കണം അങ്ങനെ ആഗ്രഹിച്ച ആളല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാം, ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, ഞാൻ ചോദിച്ചിട്ടുണ്ട് ജോബിന്റെ അടുത്ത്, എന്താ പാടിക്കാത്തല്ല അവളോടും ചോദിച്ചിട്ടുണ്ട്, എന്താ നമ്മള് ഒന്ന് പുഷ് ചെയ്ത്. അത്രയും എക്സലന്റ് സിംഗറാണ്. എനിക്ക് ജോബേട്ടനൊക്കെ കാണുന്നതിന്റെ മുന്നേ എനിക്കറിയാം, ചൈൽഡ്ഹുഡ് ഡേയ്സിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, പാടുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ പാടുന്നുണ്ട്. ഇപ്പൊ എന്റെ കോൺസേർട്ടിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പാടാറൊക്കെ ഉണ്ട്. ബിഗിനിങ് സ്റ്റേജിൽ വരുന്ന സമയത്തെ നമുക്ക് ഏതെങ്കിലും ഒരു നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ ഒരു ബൂസ്റ്റോ ചിലപ്പോൾ നമ്മൾ കാണാൻ കൊതിച്ചിട്ടുള്ള ഒരു ഗായകരിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെ ഓർത്തെടുക്കാനുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടോ അത് ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു? അങ്ങനെ ഒരു പെർട്ടിക്കുലർ മൊമെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ഈ റിയാലിറ്റി ഷോസിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ ഒരുപാട് മ്യൂസിഷ്യൻസിനെ നമുക്ക് കാണാനും പരിചയപ്പെടാനും അവരുടെ മുന്നിൽ പാടാനുമുള്ള ചാൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ കോമൻസ് ആണെങ്കിലും വളരെ വാല്യുബിൾ ആണ്. നമ്മളത് മോൾഡ് ചെയ്തെടുക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ഞാൻ അത് ഈ റിയാലിറ്റി ഷോവിൻ്റെ മുന്നേ ഉള്ള ഞാനും അത് കഴിഞ്ഞിട്ടുള്ള ഞാനും ആ ഒരു ആ ഒരു മാറ്റം വളരെ വലുതാണ്. അതെനിക്ക് തന്നെ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ലാലി ലാലിയൊക്കെ റിലീസായ സമയത്തൊക്കെ ഒരുപാട് പേര് വിളിച്ചിട്ട് അപ്രീസിയേഷൻ ഫോണിൽ കൂടെ ആണെങ്കിലും ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരാളെ പറ്റി പറയാൻ പറ്റില്ല. കുറേ മ്യൂസീഷ്യൻസ് വിളിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ ചെയ്യുന്നൊരു എഫേർട്ട് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു വല്ലാത്തൊരു ബൂസ്റ്റാണ്. ഇപ്പം ആരിൽ നിന്നായാലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവില്. പിന്നെ ഞാൻ കൊച്ചിലും ഒരു നെടുമുടി വേണുകളുമായിട്ട് മാനസികമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. അപ്പോൾ ആ വീട്ടിലാണ് എൻ്റെ പകുതി ചൈൽഡ്ഹുഡും. അങ്ങനെയാണ്, ഇൻറ്റിമേറ്റ് റിലേഷനാണ്. പിന്നെ മകനും ഞാനും സോൾ മേറ്റ്സ്. എൻ്റെ ഫാദർ അല്ല വളരെ ഞങ്ങൾ അടുത്തടുത്താണ്, നെയ്ബേഴ്സ് പോലെ. എൻ്റെ ഫാദർ പറഞ്ഞു ഒരു കുഴി പോയിരിക്കുന്നവന്മാരെ രണ്ടും പറയുന്നത്, അങ്ങനെ അത്ര ഇൻറ്റിമേറ്റ്. അപ്പോൾ അങ്കിളുമായിട്ട് കൊച്ചിന് മുതലേ ഒരു അടുത്ത് ഇടപഴകാനും. അപ്പോൾ പുള്ളിയുടെയൊക്കെ ഒരു കാഴ്ചപ്പാടും എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആവണം അല്ലെങ്കിൽ കുറേ കാര്യം നമ്മൾ ഇപ്പോൾ പുള്ളിയുടെ കുറേ ഇൻഫ്ലുവൻസസ് പുള്ളി കേൾപ്പിക്കുമായിരുന്നു. കഥകളി സംഗീതം ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാനും പുള്ളി മകൻ്റെ കൂടെ ഞാനും ഒരു പാക്ക് പോലെ ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഒത്തിരി സമയം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്കിള് വഴി കാവാലം നാരായണപ്പണിക്കർ സാറ്. അപ്പോൾ അങ്ങനെ ലെജൻസിൻ്റെ കൂടെ ഒക്കെ പോയി ചുമ്മാ ഇരിക്കാനെങ്കിലുള്ളൊരു ഭാഗ്യം കൊച്ച്. അപ്പോൾ ചിലപ്പോൾ അവരൊക്കെ അങ്ങനെ കൊള്ളാൻ ജോബേ എന്നൊക്കെ ഒരു സാധനം കിട്ടിയാൽ നമുക്ക് അതിൽ പരം ഒരു ദിവസമല്ല, അത് ലൈക്ക് ഗോൺ. നമുക്ക് പിന്നെ ഒന്നും വേണ്ട. അത് ഫ്യൂച്ചറിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ ചില ബ്ലെസ്സിങ്സ് ആണ്. KPSC ലളിതാമ്മ ഒരു പ്രാവശ്യം പദയാത്ര പുള്ളിക്കാരിയുടെ എന്നെ വിളിച്ചിട്ട് വരും വഴി വെച്ചിട്ട് റാൻഡ് വെട്ടിങ് 2 വണ്ടിയിൽ പോയപ്പോൾ നിർത്തിച്ച്. അപ്പം ഞാനിങ്ങനെ ചെന്ന് ഓടിച്ചാടി നമ്മൾ പുള്ളി ചെന്നപ്പോഴേക്കും എൻ്റെ ഫോണിലേക്കൊന്ന് വിളിക്കൂ. ഞാൻ നമ്പർ 947 മറ്റേ വിളിപ്പിച്ചിട്ടുള്ള റിംഗ് ടോൺ അതാണ് പദയാത്രയാണ്. ഞാൻ മാറ്റില്ല, കുറെ കാലമായിട്ട് ഇതാണ് എന്നും പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാൻ കരഞ്ഞ് അവിടെ കിടന്ന് മറ്റേ റോഡിന് നടുക്ക് കയ്യിന്ന് പോയിട്ട് ഞാൻ പുള്ളിക്കാരി വന്ന് ആശ്വസിപ്പിച്ച്. അങ്ങനെയല്ല, പെട്ടെന്ന് എനിക്ക് ഭയങ്കര വല്ലാത്തൊരു മൊമെന്റ്. അപ്പൊ ഇങ്ങനത്തെ ചില സംഭവങ്ങൾ മതിയല്ലോ, ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എനിക്കത് ഇവരൊന്നും ഇല്ലാന്ന് ആലോചിക്കുമ്പോൾ തന്നെ പറ്റില്ല. അപ്പൊ അതൊക്കെ ഭയങ്കര ഫ്യൂവൽ അല്ലേ. അറ്റം വരെ പോകാൻ അത് ധാരാളം നമുക്ക് ശ്രമിക്കാൻ. ചിത്രേച്ചിയൊക്കെ വളരെ ഈ പറഞ്ഞ നമ്മൾ എൻകറേജിങ് ആണ് സ്റ്റേജിൽ. ഞാൻ പേടിയും കുറച്ച് പുറകോട്ട് ഇങ്ങനെ വലിഞ്ഞിരിക്കുമ്പോഴേക്കും ചേച്ചിക്ക് വന്ന് തട്ടി എന്തിനാ ഞാൻ വിളിച്ചത്, ധൈര്യമായിട്ട് വന്ന് നിൽക്കുക, അത് ചുമ്മാ വിളിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നിർത്തിയിട്ടൊക്കെ ഉണ്ട്. ശരിയാ, നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചില ഇൻസിഡൻസ് അത് ഭയങ്കര സ്പെഷ്യലാണ്. റെക്സ് വിജയൻ ഗിറ്റാറിസ്റ്റ്, എൻ്റെ സുഹൃത്തും എൻ്റെ മെന്ററും ഒക്കെയാണ്. പുള്ളിയൊക്കെ 1-2 ചില വാക്കുകളായിരിക്കാം നമ്മൾ അത്രയും അപ്ലുക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്കൊരു അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അതിനൊരു ബ്ലെസ്സിങ് ഉണ്ട്. അതിലൊക്കെ തട്ടിമുട്ടി പോകും എന്ന് തോന്നുന്നു. നോക്കാം. ഡെഫിനറ്റ്ലി. സോ നമുക്ക് ഇനി ഒരു ചെറിയ സെഗ്മെന്റ് ആണ്, അതും കൂടെ കഴിഞ്ഞാൽ വെക്കുന്നു. കാര്യമായിട്ടൊന്നുമില്ല. ദൈവമേ. സോ ഐ ഹാവ് സം ഫോട്ടോസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ ഒരു മൈൻഡ് സെറ്റിൽ ആൻസർ ചെയ്യണ്ട. നമ്മളിപ്പോ ഞാൻ മനസ്സിലാക്കണത് നമ്മൾ ഇപ്പൊ ചിലപ്പോൾ കാണുന്നത് വേറെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ വെൻ വി ആർ 60 or 70 നമ്മൾ ഒരാളെ പറ്റി ഓർത്തിരിക്കുന്നത് നമ്മളെ ഹൃദയത്തിന് ഏറ്റവും ടച്ച് ചെയ്ത കാര്യമായിരിക്കും. അതിൽ ബാക്കി നമ്മുടെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവില്ല, വേറെ ഒന്നും ഉണ്ടാവില്ല. സോ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. അവരെ പറ്റിയുള്ള മെമ്മറീസ് രണ്ടുപേരും കൂടെ പറഞ്ഞാലും മതി, ഓർത്തിരിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ്. വെരി ഫെമിലിയർ പീപ്പിൾ നിങ്ങൾക്ക്. ഉറപ്പായിട്ടും ഒരു കോൺടെസ്റ്റില് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എനിക്ക് കോൺഫിഡൻസ് തന്ന വ്യക്തി. അതായത് ഞാനുണ്ട്, ഏത് പനി വന്നാലും ഏത് ചുമ വന്നാലും എന്ത് വന്നാലും ചേട്ടൻ പറയും ഐ ആം ദെയർ. ആ സാധനം ഇങ്ങനൊരു ഭീകരനാണ്. അതിന്നും ഇടയ്ക്ക് സ്റ്റേജ് ചെല്ലുമ്പോൾ നോ പ്രഷർ,
നിനക്ക് ഇന്ന് 2 പാട്ടെങ്കിൽ 2 പാട്ട്. അത് അത്രയും ഒരു ബ്രദർലി, അതുപോലെ പേഴ്സണൽ എൻ്റെ പല കാര്യങ്ങളിലും ഒരു മടിയും കൂടാതെ തന്നെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ബ്രദർ. ഒന്നും പറയാനില്ല. സെയിം ഹിയർ. സ്റ്റീഫൻ ചേട്ടൻ കാണുമ്പോൾ തന്നെ ചക്കരേ നീ ഓക്കെ അല്ലേടാ, എന്തെങ്കിലും ടെൻഷനായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അപ്പൊ ആ വിളി മതി, നമ്മൾ ഓക്കെ ആവും. കോൺഫിഡൻസിന്റെ പര്യായമല്ലേ. ഞാനുണ്ട്, ഓക്കെ ഓക്കെ ആവും, കുഴപ്പമില്ല. പിന്നെ സ്റ്റീഫൻ ചേട്ടന്റെ ആ ഒരു ഇൻട്രോ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. പിന്നെ പാട്ട് തനിയെ വന്നോളും. അങ്ങനെ സംഭവമായ പുള്ളിയല്ലേ ശരിക്കും കൊണ്ടുവന്ന ഒരു സിംഗിൾ മാൻ പിയാനോ. ആ സമയത്ത് ഒരു പുതിയൊരു അപ്രോച്ച് ആയിരുന്നു. ഒറ്റ കോൺസെപ്റ്റ് സതീഷ് ചേട്ടന്റെ കാര്യം പറയാതിരിക്കാൻ, പുള്ളിയുടെ തലയിൽ വന്നിട്ടുള്ള ഒരു അല്ലേ, പുള്ളി അതിലൊരു വലിയ ആള്. ഞാൻ പണ്ട് എന്തോ ഇന്റർവ്യൂ ടിവിയിൽ, അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, അപ്പൊ അന്ന് നമ്മൾ ഈ നിങ്ങളുടെ സീസണിൽ എല്ലാത്തിലും ഫൈനൽസിൽ ആളുടെ ഒരു പെർഫോമൻസ് ഉണ്ടാവും. സോ നമ്മൾ അത് കേട്ട് കോരി തിരിച്ചിട്ട് സ്റ്റീഫൻ ചേട്ടൻ ഭയങ്കര വലിയ നമ്മളല്ല വിജയ് ശരിക്കും. അതെ അതെ. സോ അന്ന് പുള്ളി പറയായിരുന്നു 9 hours ഒക്കെ കണ്ടിന്യൂസ് പുള്ളിയുടെ പ്രാക്ടീസ് ടൈം അതൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ ഭയങ്കര, എനിക്കൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. ഉറപ്പായിട്ടും പുള്ളിയാണ് എന്നെ പിയാനോ പഠിക്കാനായിട്ട് ചേതനയിൽ കൊണ്ടാക്കുന്നതും ഒക്കെ. അതാണ് പേഴ്സണൽ ആയിട്ട് വന്ന് എടാ നിനക്ക് പിയാനോ പഠിക്കാം. ഞാൻ പുള്ളിയുടെ ട്യൂട്ടർ ഫാദർ തോമസ് ചെക്കാലമറ്റത് അച്ഛൻ്റെ അടുത്ത് തന്നെ കൊണ്ട് പിയാനോ പഠിപ്പിക്കാനൊക്കെ കൊണ്ടുപോയില്ല. പിയാനോ ഇപ്പൊ വളരെ വലിയൊരു ഭാഗമല്ലേ ഉറപ്പായിട്ടും. കോമ്പോസിഷൻ എല്ലാം ത്രൂ ദാറ്റ് ഏറ്റവും കംഫർട്ടബിൾ അതിലാണ്. വായിക്കുമെന്നല്ല ഭയങ്കരമായിട്ട്, ബട്ട് ക്രിയേറ്റീവ് സ്പേസ് ആണ് ഇത്. ചേച്ചിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ലതാജി എന്താ പറയാ, ലതാജിയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഹ്യൂജ് കളക്ഷൻ ഉണ്ട്. എനിക്ക് ഒരിക്കൽ പോലും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു ഭയങ്കര ഒരു വിഷമം എപ്പോഴും ഉള്ളിലുണ്ട്. പിന്നെ പുള്ളിക്കാരുടെ പാട്ടുകൾ 70s പാട്ടാണ് ഞാൻ കൂടുതലും പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു അമ്മയ്ക്ക് ഏത് കുട്ടീനാണ് ഇഷ്ടം എന്ന് പറയണ മാതിരി ഈ ഒരുപാട് പാട്ടുകളുണ്ട്. അതിൽ എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നത് नैनों में बदरा छाए बिजली सी थमके हाय ऐसे में बलम मोहे गरवा लगा ले नैनों में बदरा छाए. അടിപൊളി. കേട്ട് വളർന്നതിന്റെ എല്ലാ അതേപോലെ കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ആളെ പറ്റി സംസാരിച്ചു ചെറുതായിട്ട്. ക്ഷമയുടെ പര്യായം ഞങ്ങളെയൊക്കെ ശരിക്കും മെന്റർ എന്ന് പറയുമ്പോ ക്ഷമ ഏറ്റവും, അതായത് അവിടെ ഞങ്ങള് ഒരു ചേട്ടൻ്റെ ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടല്ലോ, പുള്ളിക്കാണ് ഏറ്റവും ക്ഷമയുള്ളത്. അപ്പൊ നമ്മളെല്ലാം ഓരോ മൂഡിൽ ഓരോ സംസാരം ഇടയ്ക്ക് പുള്ളി ഇതെല്ലാം സഹിച്ചിട്ട് ഞാൻ ജോബേ ഇപ്പൊ ഇത് ചേട്ടന് ഭയങ്കര പേഷ്യൻസ് ആണ് എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യാനും. ഓഫ് കോഴ്സ് പല മൾട്ടി ജോണേർഡ് ആർട്ടിസ്റ്റാണ്. ഞാനെപ്പോഴും ചേട്ടനെ കാണുന്നത് നല്ലോണം വെസ്റ്റേൺ സൈഡും കൈകാര്യം ചെയ്യും, ഈസ്റ്റേൺ സൈഡും ചേട്ടന് അറിവും. അപ്പോൾ പലതും അത് ഭയങ്കര പ്രയോജനമാവും. അപ്പോൾ പുള്ളിയുടെ കൂടെ ഒത്തിരി ഷോസ് ഞങ്ങൾ പോയിട്ടുണ്ട്. ഭയങ്കര രസമാണ്, ഒരു കൂട്ടായ്മ, ഒരു ഭയങ്കര ഫീലാണ്. എസ്പെഷ്യലി ബേസിക്കലി പുള്ളി ശാന്തനാണ്. ഒറ്റയ്ക്ക് പോലും ഞാൻ ചേട്ടൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങള് ഇങ്ങനെ തമാശക്ക് പറയാറുണ്ട്, സാറ് പള്ളിയിലച്ഛനാവേണ്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിയുടെ. ഭയങ്കര സ്വീറ്റ് ആണ്. ഞാൻ പല സ്റ്റേജിൽ ആരോമല പാടാറുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ ജാമ്യം എടുക്കും. ചേട്ടന്റെ പാട്ടാണ് പാടുന്നത്. അപ്പോ പുള്ളി അത്രയും മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവം. അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും മനസ്സിലിങ്ങനെ ദൈവമേ ചേട്ടൻ ഇതെല്ലാം കേട്ട്. അപ്പോൾ എന്തായാലും പക്ഷെ പുള്ളി വളരെ വളരെ എൻകറേജിങ് ആണ്. പുള്ളി ഒറ്റയ്ക്കുള്ളപ്പോ ഭയങ്കര ക്ഷമയാണെങ്കിലും ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോ നമ്മൾ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുന്ന പ്രേക്ഷകര് ഇവരുടെ ഒരു കോംബോ ഉണ്ട്. ആ ഒരു സീസൺ തൊട്ട് നമ്മൾ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ആളെ പറ്റി പറയൂ. സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് ഇപ്പം ആരാണ് കൈൻഡ് ഓഫ് ഒരു വലിയൊരു പ്രോജക്റ്റ് അല്ലേ അതിൽ എന്നെ വിളിക്കുന്ന സാറാണ്. അപ്പോൾ അന്നും ഇപ്പോൾ എംബ്രാനിലും
ഒക്കെ ലൈറ്റ് ചെയ്തപ്പോഴും ഒക്കെ റെക്കോർഡിങ് അല്ലെ ശരിക്കും ഇതെല്ലാം മെന്റേഴ്സ് ആണ് പ്രോപ്പർ. അതെ അതെ നമ്മൾ ശരിക്കും ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആൾക്കാരാ ഈ പറഞ്ഞ പാർട്ടികളൊക്കെ. അപ്പൊ ദിവസ് സാറോട് ഈയിടെ വർക്ക് ചെയ്യുന്നു പറയുന്നത് താൻ ഇത്ര കൊല്ലമായിട്ട് ധൈര്യമായിട്ടൊന്ന് പാട് ജോബേ, എന്നെ ഇത്രേ വിടത്തില്ല പുള്ളി. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം സാർ പോയിട്ട് വരാം, മറ്റേ താൻ ഒരിടത്തും പോകുന്നില്ല ഇവിടെ ഇരുന്നാൽ മതി, എന്നിട്ട് ഞാൻ ഇത് എടുത്തിട്ട് വരും. അപ്പൊ എനിക്ക് മുങ്ങാൻ പറ്റത്തില്ല പുള്ളി എടുത്ത്. പുള്ളി പിടിച്ചെത്തി അത് എടുത്തിട്ട് വിടുള്ളൂ. ഹീ നോസ് ദ ബെസ്റ്റ് ടു ടേക്ക് എന്താ പറയണ്ടേ, നമ്മുടെ ഏറ്റവും പൊട്ടൻഷ്യൽ മാക്സിമം പുറത്ത് കൊണ്ടുവരാൻ അറിയുന്ന ഒരു എന്താ പറയുക എല്ലാ രീതിയിലും ആസ് എ കമ്പോസർ, ആസ് എ ടെക്നീഷ്യൻ. പുള്ളിയുടെ ഒരു സൗണ്ട് സ്കേപ്പ് ഒക്കെ എനിക്കൊന്ന് മലയാളത്തിൽ അങ്ങനെ ഒരു സാധനം ആദ്യമായിട്ട് പുള്ളിയാണ്. അപ്പം ആ ഒരു എന്താ പറയുക സിംഫണി എന്നൊക്കെ പറഞ്ഞാൽ ക്രോണിക് ബാച്ചുലറൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ശബ്ദം മലയാള സിനിമയിൽ മൊത്തത്തിലേ എൻ്റെ അറേഞ്ച്മെന്റ്. അപ്പൊ ഇപ്പോഴും സാറ് അത്രയും പർട്ടിക്കുലർ അബൌട്ട് തിങ്സ്. അപ്പൊ എൻ്റെ ഒരു അടവും അവിടെ ഓടത്തില്ല. ഇപ്പോഴും എമ്പുരാൻ പാടുമ്പോഴും പോയിട്ടൊന്നും പറഞ്ഞില്ല, ഇത് തീർത്തിട്ട് പോയാൽ മതി, ഞാനിവിടെ ഇരിക്കില്ല, താങ്കൾ പിന്നെ ടെൻഷൻ ആവുന്ന. അപ്പൊ തന്നെ ഞാൻ ഓക്കെ അടിക്കാം. ഭയങ്കര വിടത്തില്ല പുള്ളിക്കറിയാം. ഹി വാണ്ട്സ് എക്സാക്ട്ലി എനിക്ക് എന്താണ് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന പുള്ളിക്കറിയാം. തീരാ നഷ്ടം അല്ലേ മിസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് ചേട്ടൻ. എനിക്കൊന്നും அவங்க വയലിൻ അത്രയും മനോഹരമായിട്ട് കേൾക്കുമെന്ന് പുള്ളി വഴിയാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഇന്നും കവേഴ്സ് ഒക്കെ പുള്ളി വായിക്കുന്ന ഒരു ഫീലിൽ പാടാൻ പോലും പറ്റില്ല. വോക്കൽ ഡെലിവറി ചെയ്യുന്നതിനും ഫീലിലാണ് പുള്ളി വായിക്കുന്നത്. അതങ്ങനെയാണ്. ആ കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ വിത്ത് ഹിം അല്ലേ. അത് സ്റ്റീഫൻ ചർണും ഇവർ രണ്ട് ഇൻസ്ട്രുമെന്റിലാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു പ്രോപ്പർ നമുക്ക് ആ ഒരു ഷോയിൽ കൂടെ ഒരുപാട് നല്ല മ്യൂസീഷ്യൻസിനെ അടുത്തറിയാൻ പറ്റിയെന്നുള്ളതാണ്. അല്ല ഇതൊരുമിച്ച് ഇവരും ഈ പുലികളെല്ലാം കൂടെ മേയുമ്പോ നമ്മളൊക്കെ നടുക്ക് നിന്നിട്ടുണ്ട്. അത് നടുക്ക് നിന്ന് ഇങ്ങനെ കേട്ട് രണ്ടുപേരെയൊക്കെ പാടി. അപ്പൊ അതൊക്കെ തന്നെ ഒരു ഓർമ്മയാണ്. പിന്നെ ഞാൻ ചേട്ടൻ പറയണ കേട്ടിട്ടുണ്ട് ബാലചേട്ടനാണ് ആതിര ചേച്ചിയുടെ കാര്യം ആദ്യം ചോദിച്ചത്. പുള്ളി ഇക്കാര്യത്തിലൊക്കെ വളരെ സ്മാർട്ട് കക്ഷിയായിരുന്നു. അപ്പൊ പുള്ളിയുടെ അനുഭവം അങ്ങനെയാണല്ലോ. ലക്ഷ്മി ചേച്ചി അപ്പൊ ഞങ്ങള് ഇപ്പൊ ഞാനും പുള്ളിക്കാരുടെ ഒരു 7 years ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഞാനത് അതിൽ വരുന്ന സമയത്ത് ആതിര വാസ് ഇൻ 12th. അപ്പൊ നമ്മള് അവന്റെ കൂട്ടുകാരൻ ആ രീതിയിലുള്ള സത്യം പറഞ്ഞാൽ അന്ന് കണ്ടിട്ട് പോലും ഇല്ല. നമ്മള് പക്ഷെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പ്രോഗ്രസ് ഒക്കെ നമ്മളൊക്കെ ഇങ്ങനെ വിറ്റ്നസ് സത്യം പറയില്ല അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഒരു ഭയങ്കര ഒരു ചേട്ടാ ഈ പ്രണയിക്കുമ്പോഴേ അതിന്റെ ഉള്ളിലുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല, നമ്മൾ പുറമുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഭയങ്കര ഒരു കംഫർട്ടബിൾ സാധനമാണ്. അപ്പൊ പുള്ളിയാണ് ഞാൻ പുള്ളിക്കാരിക്ക് പാട്ട് റെഡിയാക്കി കൊടുക്കുന്നു. ഇങ്ങനെ അതൊക്കെ കണ്ടപ്പോഴാന്ന് തോന്നുന്നു മൂപ്പരിങ്ങനെ പിന്നെ ഒരു ഡ്യുവറ്റ് ഉണ്ടായിരുന്നല്ലോ അതോരണോ അതൊക്കെ അതൊക്കെ. അപ്പൊ ഇത് വല്ലതും പറഞ്ഞു അതല്ല തെറ്റി. അപ്പം പുള്ളിയാണ് ഒന്ന് ജോബേ നിങ്ങള് തമ്മിൽ എന്താ എന്ത് കേട്ടോ കൊച്ചുകുട്ടി അവള് ഇത്ര പിന്നെ 17 വയസ്സായ കൊച്ചുകുട്ടിയൊന്നുമല്ല. അടുത്ത വർഷം ആകുമ്പോഴേക്കും പ്രായപൂർത്തിയൊക്കെ ആയി. എന്ത് there is something between you guys എന്ന് പറഞ്ഞ് പുള്ളി ഒരു പോക്ക്. അപ്പൊ ഞാൻ വിളിച്ചു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പോഴാണ് സ്പാർക്ക്. പുള്ളിയുടെ തലയിലല്ല ഞാൻ പിന്നെ പറയാം. നമ്മൾ ഓൾറെഡി സംസാരിച്ച ആളെ പറ്റിട്ട് ഇനിയൊന്നും പറയാനില്ല. എന്താ പറയാ ഇവളുടെ സകല സംഭവം സഹിക്കുന്ന ആളല്ലേ. എന്താ നോക്കിയ ഇത്രയും നല്ല എന്നെ കിട്ടിയിട്ട് ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ്. സോ ദ ലാസ്റ്റ് പിക്ചർ ഞാൻ ആതിര ചേച്ചിയുടെയും ജോബേട്ടിന്റെയും ഫോട്ടോസ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ എനിക്ക് ക്ലിയർ ഇല്ലാത്തൊരു പിക്ചറാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി.
എന്ത് രസമായി ഫോട്ടോ നോക്ക് ചേച്ചി നോക്കണം. അയ്യോ അത് കലക്കം പോലെ. അല്ലേ? സോ ഈ പാട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു. സോ മൃദുല ചേച്ചി അതിലൊരു 4 വരി ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് പാടിത്തരണം. ഞാൻ മാത്രല്ല ഡ്യുവറ്റ് പാടോ? ആണ് ചെറുതായിട്ട് പ്ലീസ്. പാടി തുടങ്ങി. പുള്ളിക്കാരൻ പാടിയാ ഞാൻ ബാക്കില് എന്റെ പുറകെ ഞാൻ ചേട്ടാ പ്ലീസ് ഒന്ന്. ഇവരെ പാടാതെ മിണ്ടാതിരിക്കുന്നു. പാട് പാടാ, ഞാൻ കൂടാതെ. എനിക്ക് ആ പിച്ച് എനിക്ക് അല്ല കംഫർട്ടബിൾ പിടിച്ച് പാടിക്കോ. അല്ല അത് കഴിഞ്ഞാൽ പറ്റിയത് ബേസ് ആവില്ലേ? നല്ല ഭയങ്കര ബേസ് ആവും. പാടും, കണ്ണോട് പാടിക്കോ. ഞാൻ കമ്പോസ് ചെയ്ത് അതല്ല ഇനിയിപ്പോ അങ്ങനെ നോക്കിയതല്ല, ഞാൻ പാടുന്നില്ല. അത് കഴിഞ്ഞു, റെക്കോർഡിങ് കഴിഞ്ഞു, ഇനിയിപ്പോ എനിക്ക് എന്തും പറയാം. എന്നാളും നമ്മളൊന്നായിടും കരളിൽ നീയും വാനോളം പോന്നതാ, നിന്നെ പോലെ ആരുമില്ല മണ്ണിൽ വരാതെയോ. ഓളങ്ങളായി കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും, നൽനാളിലും കണ്ണീരിലും ഒന്നായി നാമെന്നും. കണ്ണോട് കണ്ണായിടാം, നീയോട് മെയ്യായിടാം, കാതോരം പാടിയോ അനുരാഗം തേടിയോ. ശരിക്കും വെരി ഹാപ്പി. എനിക്ക് വലിയ ബുദ്ധിമുട്ടാ അത്. ഒരു ഫ്ലോയില് വന്നതല്ലേ. ഞാൻ അതുകൊണ്ട് ഈ പടത്തിന്റെ ജസ്റ്റ് ഒരു കഥ പറഞ്ഞിട്ടോ. ഇതാണ് ഈ പടം എന്ന് വെച്ചാല് അന്ന് ഇതേപോലെ ഒരു അവസ്ഥയിലാണ് ഞാൻ സ്റ്റേജിൽ നിൽക്കണത്. ഓക്കെ, ത്രോട്ട് മിണ്ടാൻ ശബ്ദമില്ല. അപ്പൊ വാക്ക് പറഞ്ഞതാണ് ഗസ്റ്റായിട്ട് ചെല്ലുന്നത്. അപ്പൊ ഞാൻ ചെന്നു പാലക്കാട്. പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. അവിടെ പാലക്കാടാണ് എൻ്റെ ഓർമ്മയില്. അപ്പം ചെന്ന് പറയുക എന്നുള്ള നമ്മുടെ മര്യാദയാണ്. അത് എന്താണ് ചെല്ലുക, അഡ്രസ്സ് ചെയ്യുക, പക്ഷെ മിണ്ടാൻ വയ്യ. അപ്പം പുള്ളിക്കാരി ഞാനിങ്ങനെ വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക. ഷീ ടുക്ക് ഓവർ ദ മൈക്ക് ആൻഡ് സ്പോക്ക് ഫോർ മീ ആൻഡ് സാങ് ഫോർ മീ ആസ് വെൽ. എൻ്റെ ഓർമ്മയിൽ 4 വരി ഒന്ന് പുള്ളിക്കാരി പാടിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ അതിപ്പോ അത്രയും ഒരു അന്നത്തെ ദിവസം എനിക്ക് ആ ഒരു സപ്പോർട്ട് ആവശ്യമുള്ള ദിവസം അത് കാണാൻ പറ്റും. അങ്ങനെ ഫോട്ടോ ദിവസം രണ്ടുപേർക്കും ഇപ്പൊ ഉള്ള അതുപോലെ തന്നെ സന്തോഷമായിട്ട് പോകാൻ പറ്റട്ടെ. ജിഞ്ചർ മീഡിയയുടെ സൈഡിൽ നിന്നും എന്റെ സൈഡിൽ നിന്നും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.